സ്നേഹവും ആദരവുമുള്ള സഹോദരങ്ങളെ, ഇന്ത്യ പുതിയ ഒരു ലോക്സഭ തിരഞ്ഞെടുപ്പിലൂടെ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന് ഒരു മാൻഡേറ്റ് നൽകിയിട്ടുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് തരക്കേടില്ലാത്ത വിധം ഒരു മാന്യമായ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് ശരിയായ ദിശാബോധം ഭരണകക്ഷിക്ക് അതുവഴി നമ്മുടെ രാജ്യത്തിനും നൽകത്തക്ക വിധമുള്ള അധികാരം നൽകിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ എൻ്റെ വിശകലന വിഷയം കേരളത്തിൽ 20 മണ്ഡലങ്ങളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫലവത്തായ രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് 20 മണ്ഡലങ്ങളിൽ കേരള ജനത ചിന്തിച്ച രാഷ്ട്രീയം, അതിൽ വേറിട്ട് പറയേണ്ട ഒന്ന് തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയമാണ്. ഞാനുൾപ്പെടെയുള്ള ഏതാനും പേര് സുരേഷ് ഗോപിയുടെ പരാജയമാണ് വിലയിരുത്തിയത്. നാളുകൾക്കപ്പുറത്ത് UK-യിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പെനിയൽ ഏതാണ്ട് 1 വർഷം മുമ്പ് സുരേഷ് ഗോപി വിജയിക്കും എന്ന് എന്നോട് പറയുകയും ഞാനത് നടക്കില്ല എന്ന് അദ്ദേഹത്തോട് വളരെ കൃത്യതയോടെ തിരിച്ചു പറയുകയും ചെയ്തു. മറ്റൊരാൾ രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കാൻ ഏറെ പ്രാപ്തനായ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ബിനു പാസ്റ്ററാണ്. അദ്ദേഹവും സുരേഷ് ഗോപിയുടെ വിജയം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിരീക്ഷിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ അധികം രാഷ്ട്രീയ നിരീക്ഷകന്മാരും BJP അക്കൗണ്ട് തുറക്കില്ല എന്ന ഒരു കാഴ്ചപ്പാടിലായിരുന്നു. ഞാനും അതുതന്നെയാണ് പുലർത്തിയത്. ഒരളവരെ നമ്മുടെ മനസ്സിലെ ഒരു രാഷ്ട്രീയ ബോധം സംഘപരിവാർ വിരുദ്ധമായതുകൊണ്ടാകാം അങ്ങനെ ഒരു ബോധം നമ്മിലും അങ്കുരിക്കാനിടയായത്. ആ നിരീക്ഷണം അങ്ങനെയാണ്. ഏതായിരുന്നാലും ജയിച്ച ശ്രീ സുരേഷ് ഗോപിയെ അനുമോദിക്കുന്നു. ഒപ്പം സുരേഷ് ഗോപി വിജയിക്കില്ല എന്നുള്ള എൻ്റെ നിരീക്ഷണം തെറ്റായിരുന്നു എന്നും സമ്മതിക്കുന്നു. ഇത് സംബന്ധിച്ച ചില നിരീക്ഷണങ്ങൾ, എൻ്റെ നിരീക്ഷണങ്ങളെ വിമർശിച്ചുകൊണ്ട് ചില സുഹൃത്തുക്കൾ വന്നു. അവരെ അഭിനന്ദിക്കുന്നു. കാരണം എൻ്റെ വീക്ഷണത്തിൽ സുരേഷ് ഗോപി എന്നല്ല, വേണ്ടത്ര മുന്നേറ്റം സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ ഉണ്ടാക്കില്ല എന്ന് തന്നെ ധരിച്ചിരുന്നു. എന്നാൽ ആ നിരീക്ഷണം അപ്രസക്തമാക്കിക്കൊണ്ട് സംഘപരിവാര ശക്തികൾ കേരളത്തിൽ ചൂടുറപ്പിച്ചു. ഏതാണ്ട് 11-ലധികം അസംബ്ലി മണ്ഡലങ്ങളിലും അവർ ഒന്നാമത് വന്നിരിക്കുന്നു, ആറ്റിങ്ങൽ ഉൾപ്പെടെ. ഈ ഒരു പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തയ്യാറെടുക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഇന്ത്യ ആകെ സംഭവിച്ചതിനെപ്പറ്റി ഒറ്റവാക്കിൽ പറയട്ടെ. എങ്ങനെയായിരുന്നു ശ്രീ നരേന്ദ്രമോദി ആദ്യഘട്ടം അധികാരത്തിലെത്തിയത്? അവിടെ മുതൽ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. മോഡി വരുന്നത് അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ സമരങ്ങളുടെ ഉപഭോക്താവ് എന്ന നിലയിലാണ്. അണ്ണാ ഹസാരെ നടത്തിയ സമരം കോൺഗ്രസ് പാർട്ടിക്ക് ഏൽപ്പിച്ച ആഘാതം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മിസ്റ്റർ രാജയെ പോലെയുള്ള തമിഴ്നാട്ടിലെ മന്ത്രിമാരുമൊക്കെ ചെയ്തു വെച്ച അഴിമതികൾ, സ്പെക്ട്രം അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനെതിരെ അണ്ണാ ഹസാരെ സമരമനുഷ്ഠിക്കുകയും ഇന്ത്യ ആകെ അതിൻ്റെ അലയൊലികൾ ശക്തമാകുകയും അതിൻ്റെ ഗുണകാംക്ഷികളായി അതിൻ്റെ പ്രയോജനം ഏറ്റുവാങ്ങിക്കൊണ്ട് BJP ആദ്യഘട്ടം അധികാരത്തിലെത്തുന്നു. രണ്ടാം ഘട്ടം വീണ്ടും BJP വ്യക്തമായ മാർജിനിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുന്നു. ഈ വർഷമുള്ള അവരുടെ ലക്ഷ്യം 400 സീറ്റുകളോടെ ഭരണഘടന പോലും തിരുത്തി കുറിക്കാൻ താല്പര്യമെടുത്തുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയായിരുന്നു. എന്നാൽ ഇന്ത്യൻ ജനത ഏറെ വളർന്നിരിക്കുന്നു. അങ്ങനെ ഒരു ഭരണഘടനാ തിരുത്തലിന് BJPക്ക് അവസരം കൊടുക്കാതെയും അപ്പോൾ തന്നെ കുറേ നാൾ കൂടി തെറ്റ് തിരുത്തി ഇവിടെ ഇരിക്കാൻ നിങ്ങളാണ് യോഗ്യൻ എന്ന് മോഡിയോട് പരോക്ഷമായി പറയുകയാണ് ഇന്ത്യയിലെ 110 കോടി ജനത ചെയ്തിരിക്കുന്നത്. അവരുടെ വികാരത്തിനൊപ്പം നമുക്ക് നിന്നുകൊണ്ട് ബഹുമാന്യനായ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം ഒരു സൽഭരണം കാഴ്ചവെക്കാനും
ഭരണഘടന നടപ്പിലാക്കാനും മതേതരത്വ ചിന്തകളെ പരിരക്ഷിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ഈ നമ്മുടെ ചിന്തകൾ കേരളത്തിലേക്ക് ഒന്നുകൂടി ചുരുക്കിയാൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഗണ്യമായ മാർജിനിൽ UDF അധികാരത്തിലെത്തി. 20 മണ്ഡലങ്ങളിൽ UDF ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ 18 ഇടങ്ങളിൽ അവർക്ക് മിന്നുന്ന വിജയം കരഗതമാക്കി. കഴിഞ്ഞ തവണയും ചാഴിക്കാടൻ LDFിലേക്ക് വന്നതുകൊണ്ട് 18 എന്ന ഒരു സംഖ്യയായിരുന്നു, അല്ലെങ്കിൽ 19. ഇത്തവണത്തെ വിജയത്തിന് ചില കാര്യകാരണങ്ങളുണ്ട്. ചില നാളുകളായിട്ട് LDF UDF എന്ന 2 മുന്നണികളുടെ രാഷ്ട്രീയം കൃത്യമായി വലിയ തരക്കേടില്ലാതെ പ്രായോഗികത കൈവരിച്ച ഒരു നാടാണ് കേരളം. ഇങ്ങനെ തന്നെയാകും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. അത് ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു. ഒരു UDF മേൽക്കോയ്മയുള്ള ഒരു പാർലമെൻറ്റ് ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അതിപ്പോൾ വലിയ രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ ആവശ്യമില്ല, അങ്ങനെ വരൂ എന്ന് ചിന്തിക്കാൻ പ്രേരകമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതിലൊന്ന് അതിശക്തമായൊരു ഭരണവിരുദ്ധ വികാരം നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കാണാതിരിക്കാൻ പാടില്ലാത്തൊരു വസ്തുത വോട്ടിംഗ് പെർസെൻറ്റിൽ വന്ന ഗണ്യമായ കുറവാണ്. ആരുടെ വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടാതെ പോയത് എന്ന് കൃത്യമായി കേരള ജനത ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ CPMൻ്റെ അടിയന്തര യോഗം നടക്കുന്നു. 5 ദിവസത്തെ കണ്ട് യോഗം നടക്കുന്നു. തോൽവിയുടെ കാരണം പഠിക്കുകയാണ്. തോൽവിയുടെ കാരണം പഠിക്കാൻ AKG സെൻറ്ററിൽ സ്റ്റേറ്റ് കമ്മിറ്റി കൂടുതലല്ല ചെയ്യേണ്ടത്, ജനങ്ങളോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. സോഷ്യൽ മീഡിയ കാണുക, അവർ പറയും നിങ്ങൾ എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ച പെർഫോമൻസ് പോയിട്ട് ഇത്രയും വെറുക്കപ്പെട്ടത് എന്ന് ജനം പറയും. അല്ലാതെ AKG സെൻറ്ററിലെ ചാണക്യന്മാരിന്ന് കണക്ക് കൂട്ടിയാൽ ഇത്രേ വരുള്ളൂ. കുറേ കഠിന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജാതി മത വർഗീയ ശക്തികളും വിതണ്ഡവാദികളും എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥിരം കേൾക്കുന്ന കുറേ പദങ്ങൾ പറഞ്ഞ് പിരിയാം എന്നുള്ളതിൽ കവിഞ്ഞ് അതിൽ കാര്യമൊന്നും ഇല്ല. ഇനി ആദ്യമായി ഈ CPM മുന്നണിക്ക് സംഭവിച്ച പരാജയത്തിൻ്റെ ചില കാരണങ്ങൾ ഞാൻ പറയാം. രണ്ടാം പിണറായി സർക്കാരിന് ഗണ്യമായിട്ടുള്ള ഒരു മാൻഡേറ്റ് കേരള ജനത കൊടുത്തിരുന്നു. അത് കോവിഡ് പോലെയുള്ള ഒരു മഹാമാരി കൈകാര്യം ചെയ്യുന്നതിൽ ശ്രീ പിണറായി വിജയൻ്റെ 1ാം ഗവൺമെൻറ് കാട്ടിയ ആർജവം. അതിലെ മന്ത്രിമാരായ ശ്രീ K. സുധാകരൻ, അതുപോലെ തന്നെ അന്ന് ശ്രീ തോമസ് ഐസക്ക്, ഏറ്റവും ആദരിക്കപ്പെടുന്ന KK ശൈലജ ടീച്ചർ, ശ്രീ MM മണി തുടങ്ങിയ മന്ത്രിമാർ തങ്ങളുടേതായ മേഖലകളിൽ ഏറ്റവും മനോഹരമായൊരു ഭരണം കാഴ്ചവെച്ചു. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ശ്രീ രവീന്ദ്രനാഥ് ഉണ്ട്. ഇവരുടെയൊക്കെ മികവുറ്റ ഭരണപരിചയം. രണ്ടാം മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ ശ്രീ പിണറായി വിജയൻ ചെയ്ത ഒരു കാര്യം, യാതൊരു പരിചയസമ്പത്തുമില്ലാത്ത കുറേ ആളുകളെ അതിലേക്ക് കൊണ്ടുവന്നു. അത് നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാലൊരു കാര്യം മനസ്സിലാവും. ഈ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൽ അദ്ദേഹം പ്രധാന സ്ഥാനത്തിരുത്തിയതെല്ലാം VS വിരുദ്ധ കലാപങ്ങൾക്ക് പിണറായിക്കൊപ്പം നിന്ന കൂട്ടുകാരെയാണ്. അതിൽ പലരും അതിന് പ്രാപ്തരല്ല. ബഹുമാനനായ മുഖ്യമന്ത്രിയുടെ 2 പ്രധാനപ്പെട്ട സെലക്ഷനുണ്ട്. മന്ത്രിസ്ഥാനത്തേക്ക് മാത്രമല്ല, പാർട്ടി സ്ഥാനങ്ങളിലേക്കുമൊക്കെ. ഒരാൾ ശ്രീ A. വിജയരാഘവനാണ്, PB അംഗം. മറ്റൊരാൾ നമ്മളുടെ മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസും അതുപോലെ ഈ കൂടെ കൂട്ടേണ്ടത് നമ്മളുടെ ധനമന്ത്രി കൂടിയാണ്. ഇപ്പോഴത്തെ ധനമന്ത്രി ആ സ്ഥാനത്ത് എന്തിനായിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് നമുക്കൊന്നും അറിയില്ല. ഇത്രയും ധനതത്വശാസ്ത്രപരമായ വിഷയങ്ങളിൽ യാതൊരു കഴിവും പ്രകടമാക്കാത്ത ഒരു വ്യക്തിത്വത്തെ ഈ സ്ഥാനത്ത് കൊണ്ടിരുത്താൻ കാരണം അദ്ദേഹം മുമ്പ് ബാലഗോപാലൻ മുമ്പ് VSൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരുന്നുകൊണ്ട് പിണറായി പക്ഷത്തിനു വേണ്ടി ചെയ്ത സേവനങ്ങൾക്ക് ഉദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന നിലയിലാണ്. തോമസ് ഐസക്കിനെ പോലെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ തിരഞ്ഞെടുപ്പിൽ പോലും അവസരം കൊടുക്കാതെ മാറി നിന്നപ്പോൾ ഇങ്ങനെ ഒരു പരിതസ്ഥിതി സൃഷ്ടിച്ചത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. അദ്ദേഹം ഇക്കാര്യത്തിൽ ചെയ്തത് പരിചയക്കുറവുള്ള കുറേ ആളുകളെ മന്ത്രിസ്ഥാനത്തിരുത്തി അവർ പഠിച്ചു വരാൻ തന്നെ സമയമെടുക്കും. അപ്പം മുതിർന്ന ആളുകൾ ഇവരുടെ അബദ്ധങ്ങൾ കണ്ട് കൈ ഉടയുന്നുണ്ട്. ശൈലജ ടീച്ചറെ പോലെയുള്ള ആളുകൾ, MM മണിയൊക്കെ ഭംഗിയായി കൊണ്ടുപോയ വൈദ്യുതി വകുപ്പിൽ നിന്ന് എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ഓർത്താൽ മതി. അതുപോലെ
ഘടകകക്ഷികൾ ഭരിച്ച പല വകുപ്പും CPIയുടെ വകുപ്പുകളൊക്കെ എത്ര ദയനീയമാണ്. റവന്യൂ ഓഫീസുകളെല്ലാം കൈക്കൂലിയുടെ കേന്ദ്രങ്ങളാണ്. ഞാനൊരാവശ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രിയെ, റവന്യൂ മന്ത്രിയെ നേരിട്ട് വിളിച്ചു. എത്രയും നിഷ്ക്രിയമായിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. റവന്യൂ വകുപ്പിൽ നിന്ന് അനുഭവിച്ച തിന്മകൾ പറയുമ്പോൾ അവർ പറയുന്നതാണ് ശരി, നിങ്ങൾ അവർ പറയുന്നില്ല ചെയ്യാനാണ് പറയുന്നത്. എന്നാൽ പിന്നെ ഇദ്ദേഹത്തെ വിളിക്കേണ്ട കാര്യമുണ്ടോ? കൃഷിമന്ത്രിയാണെങ്കിലും ഈ വകുപ്പുകളിൽ നിന്നും വേണ്ടത്ര ജനകീയത അല്ലെങ്കിൽ ജനോപകാരപ്രദമായൊരു കാര്യം, മുൻ മന്ത്രിമാർ ചെയ്ത പെർഫോമൻസ്, ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ തന്നെ ജനം ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, 45 പരം അകമ്പടി വാഹനങ്ങളുടെ പിൻബലത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ സന്ദർശനമാണ്. ജനങ്ങൾക്കുണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകളാണ്. എന്തിനാണ് ഇത്രയും ഈ ആഡംബരം? എന്തിനാണ്? ഇദ്ദേഹത്തെ ആരാണ് ഇങ്ങനെ സംരക്ഷണം കൊടുക്കത്തക്ക വിധത്തിൽ അപായപ്പെടുത്താനിരിക്കുന്നത്? എന്തുതരം ഇൻ്റലിജൻസ് ആണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്? ഇദ്ദേഹത്തിന് ഇങ്ങനെ വലിയ അപകടമുണ്ട്, 45 പരം വാഹനങ്ങളുടെ അകമ്പടിയിൽ പോയെങ്കിലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്തോ വലിയ പ്രശ്നം, ആപത്ത് നേരിടുമെന്നുള്ള ഇൻഫർമേഷൻ കൊടുത്ത ആ ഇൻ്റലിജൻസ് ഓഫീസറെയാണ് ആദ്യം പിരിച്ചുവിടേണ്ടത്. അപ്പോൾ ഇതെല്ലാം സാധാരണക്കാരായ മനുഷ്യരുടെ നികുതിപ്പണമാണ്. ആഡംബരപൂർണമായ ഈ ജീവിതം ഇനിയിപ്പോൾ അടുത്ത കാലത്ത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും തീരെ പ്രശ്നമില്ലാത്ത ഒരു നിയമം പാസ്സാകാൻ പോവാണ്. അത് MLA-മാരുടെ ശമ്പള പരിഷ്കരണമാണ്. ആർക്കും പിണക്കം കാണും, ഒരു വോക്കൗട്ടും കാണില്ല. ഇത്രയും ദൂർത്തിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും ഒക്കെ ഒരു നിലയിലേക്ക് ഭരണത്തിലുണ്ടായിട്ടുള്ള ഈ അപാകതകൾ, അതറിഞ്ഞിട്ടും അതൊന്നും ഗൗനിക്കാതെ പോകുന്ന തരത്തിൽ ഒരുതരം ധാർഷ്ട്യം ഇവ വല്ലാതെ ജനങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. 2.5 കൊല്ലം മുമ്പ് 91 നിന്ന് 99 സീറ്റുകളിലേക്ക് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധം പിൻബലം തന്ന ഒരു ഭരണകൂടം, ഒരു ജനം ഇത്ര പെട്ടെന്ന് 111 സീറ്റിൽ ഇപ്പോൾ UDF വിജയിച്ചിരിക്കുകയാണ്. നിയമസഭയുടെ കണക്കെടുത്താൽ ഈ നിലയിലേക്ക് വരാൻ കാരണം ഇത്തരത്തിലെ ചില രാഷ്ട്രീയ കാരണങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ, പലരും ദർശിക്കാത്തൊരു കാരണം, അതിന് വേറിട്ടൊരു വീഡിയോ ചെയ്യേണ്ടതാണ്. എന്താണെന്നറിയണ്ടേ? ഈ LDFിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റി തിരിച്ചു പറഞ്ഞാൽ ഹിന്ദുക്കളിലെ ഭൂരിപക്ഷ സമുദായത്തിൽ മറ്റ് പിന്നോക്ക സമുദായം എന്ന് വിളിക്കുന്ന ഈഴവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്ട്രെങ്ത്. അവരുടെ വോട്ടാണ് ഒരു ബാങ്ക് എന്ന് പറയാവുന്നത്. തൊട്ടടുത്ത് SC/ST വോട്ടുകളാണ് CPMൻ്റെ കരുത്ത്, ഇടതുപക്ഷത്തിൻ്റെ കരുത്ത്. അതിനെ ഒന്നുകൂടെ സംക്ഷേപിച്ച് പറഞ്ഞാൽ ഈ വോട്ട് ബാങ്കുകൾ സുരക്ഷിതമാണെന്ന് ഇതുവരെ അവർ കരുതി. എന്നിട്ട് മറുവശം എടുക്കാം, കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്താണ്? അത് ക്രിസ്ത്യൻ, ഇസ്ലാം, അതായത് മതന്യൂനപക്ഷങ്ങൾ പ്ലസ് നായർ വോട്ടുകളാണ്. ഈ നായർ വോട്ടുകളിൽ നിന്ന് കഴിഞ്ഞൊരു 15 കൊല്ലം കൊണ്ട് വല്ലാത്തൊരു ഒഴുക്ക് BJPയിലേക്കുണ്ടായി. നിങ്ങൾ മനോരമയുടെ എക്സിറ്റ് പോൾ, അവരുടെ സർവേ കുറേ ശ്രദ്ധിക്കണം. കുറേ അപാകതകളുണ്ട്. എന്നിരുന്നാലും അവരിത് പറയുന്നുണ്ട്, ഈ നായർ വോട്ടുകൾ പഴയതുപോലെ കോൺഗ്രസിന് ഇപ്പോൾ ലഭിക്കുന്നില്ല, ഇത് BJPയിലേക്ക് പോകുന്നു. അപ്പോൾ കോൺഗ്രസ് BJP വോട്ട് പിടിക്കുന്നതനുസരിച്ച് തോൽക്കുന്നു. അപ്പോൾ അതിന് കുറേ കൂടി പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകളെയോ കൂടി സമാഹരിച്ചാൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് വേണ്ട ക്ഷതമേൽപ്പിക്കാം എന്ന ഒരു കെമിസ്ട്രിയാണ് ഇടതുപക്ഷം പയറ്റിയത്. അതുകൊണ്ട് സമസ്തയെ പ്രീണിപ്പിക്കുന്നു, സമസ്തയുടെ വോട്ടെല്ലാം കൂടി ഇപ്പോൾ കിട്ടുമെന്ന് ചിന്തിക്കുന്നു. മുസ്ലിം സംഘടനകളിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ പോലും അവരുടെ ചെയ്തികളെ കണ്ണടച്ച് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ട വിധത്തിൽ അവർ നിന്നു കൊടുക്കുന്നു. അഭിമന്യുവിൻ്റെ മരണത്തിലെ കൊലയാളികളാകട്ടെ, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മനസ്സിലാകുന്നു. ഇത് തീർച്ചയായിട്ടും ഒരു മുസ്ലിം പ്രീണനത്തിന് ഇടതുപക്ഷ ഗവൺമെൻറ് മുതിർന്നു. ആ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാം. അതുകൊണ്ട് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇനി അതല്ല അവർക്ക് പുലിവാലായി. കാരണം അവർ പ്രചരിപ്പിച്ചത് ഇതാ, മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു അരക്ഷിതാവസ്ഥ വരുന്നു, നിങ്ങളുടെ ജീവിതം മുഴുവൻ BJP തകർക്കാൻ പോകുന്നു, പക്ഷെ ഗുണഭോക്താക്കളായത് കോൺഗ്രസ്സാണ്. അങ്ങനെ CPM വാസ്തവത്തിൽ, ഇടതുപക്ഷം വാസ്തവത്തിൽ കോൺഗ്രസിന് വേണ്ടി മുസ്ലിങ്ങളെ BJP ഭയം സൃഷ്ടിക്കുന്നതിൽ ഒട്ടേറെ പങ്കുവഹിച്ചു. ഇനിയിപ്പോൾ അഭിമാനിക്കാവുന്ന കാര്യം, ഇന്ത്യ മുന്നണി ജയിച്ചു എന്ന് പറയുന്ന വിധത്തിൽ അവർക്ക് ചിന്തിക്കാനേ പറ്റുള്ളൂ. അടുത്തൊരു കാര്യം കൂടി ഇതിലുണ്ട്, ഈ പാലസ്തീൻ വിഷയം ഇവിടെ വാസ്തവത്തിൽ മലയാളിക്ക് ഗൗരവമുള്ള വിഷയമൊന്നുമല്ല.
പാലസ്തീനിക്കൊപ്പം നിൽക്കുന്നു. അവിടെ നിന്നുകൊണ്ട് ഇസ്രയേലിനെ പരമാവധി ചീത്ത പറയുന്നു. ഇസ്രയേൽ വെടിയേറ്റ് മരിച്ച തീവ്രവാദികളുടെ ആക്രമണത്തിൽ മരിച്ച ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി ആ വെടിയേറ്റ് മരിച്ച ഒരു കുട്ടി, അവർ വെടിവെച്ച് കൊന്ന ഒരു കുട്ടി, ദാരുണമായി കൊലപ്പെടുത്തിയ ഒരു നഴ്സ്, ആ മൃതശരീരം ഇസ്രയേൽ വളരെ ആദരവോടെ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് നാട്ടിലെത്തിച്ചു നോക്കണം. പക്ഷേ ഇടതുപക്ഷം പിന്തുണച്ചത് ഹമാസ് പോലുള്ള തീവ്രവാദികളെയാണ്. അപ്പോൾ ഇത് ഒക്കെ എങ്ങനെ ബാധിച്ചു എന്ന് പറയാം. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലെ ചില കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഹമാസിനെ പിന്തുണയ്ക്കുക, ലഷ്കർ ഇ തോയ്ബയും ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലെ സംഘടനകളൊക്കെ ചെയ്യുന്നത് ചെറുത്തുനിൽപ്പാണ്, അവകാശ പോരാട്ടമാണ് നമുക്കുള്ള നിലയിലുള്ള ചില നരേഷൻസ് നമ്മൾ കേട്ടു. ഇനി മറ്റൊരു കാര്യം കൂടെ, മറുവശത്ത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ശബരിമല സംഭവം കഴിഞ്ഞു. ഈ ശബരിമലയിൽ ഏതാണ്ട് കൃത്യമായിട്ട് സ്ത്രീകൾ പ്രവേശിച്ച വിഷയം, ആ സ്ത്രീ പ്രവേശനത്തിന് ശേഷം അതിനെതിരെ ഈ CPM ഉണ്ടായ ചില നഷ്ടങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് 50-നും 10-നും ഇടയിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ നോട്ടീസ് തന്നെ പുറപ്പെടുവിച്ചു. സുപ്രീം കോടതി വിധിക്കെതിരെയാണത്. ആരെങ്കിലും ഒരാൾ ഈ വിധിക്കെതിരെ കോട്ടലക്ഷ്യമാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ കളി മാറും. അങ്ങനെയാണ്. ഈ ആക്ടിവിസ്റ്റുകളൊന്നും അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഇറക്കാൻ ഒക്കത്തില്ല. കാരണം സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒരു വിധി പുറപ്പെടുവിച്ചാൽ ആ വിധി ഓട്ടോമാറ്റിക്കലി ദ റൂൾ വിൽ ബിക്കെയിം ദ ലോ ഓഫ് ദ ലാൻഡ് എന്നാണ്. നാടിൻ്റെ നിയമമായിട്ട് അത് മാറും. നാട്ടിലെ നിയമമാണ് ഇന്ന് സ്ത്രീക്ക് ശബരിമലയിൽ പ്രവേശിക്കാം. പക്ഷേ സർക്കാർ സവർണ ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കാൻ, NSSനെ സന്തോഷിപ്പിക്കാൻ ഈ നിയമം മരവിപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കി. മാത്രമല്ല, പെരുന്നാസ്ഥാനത്തെ പ്രീണിപ്പിക്കാനാണ് പിന്നെ ശ്രമിച്ചത്. പെരുന്നാസ്ഥാനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു നിങ്ങൾ കണ്ടു. മന്ത്രിസഭയിൽ 45% മന്ത്രിമാർ, പാതിയിലധികം പേര്, സ്പീക്കറെ എല്ലാം കൂടെ കണക്കൂട്ടിയാൽ അധികം പേര് ഇന്ന്, മുമ്പ് സ്പീക്കറുടെ കഥ മുമ്പിലത്തെ ഇതാണ് പറഞ്ഞത്, മൊത്തം നിങ്ങൾ എടുത്താൽ മനസ്സിലാകും. മുമ്പത്തെ സ്പീക്കറടക്കം നായർ കമ്മ്യൂണിറ്റിക്ക് അർഹമായതിലും അധികം ഒരു പ്രാധാന്യം കൊടുത്തു. കോർപ്പറേഷനുകളിൽ, ബോർഡുകളിൽ, പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം അത്തരം നായർ സമൂഹത്തിന് കൊടുത്ത ഒരു വമ്പിച്ച പ്രാധാന്യമുണ്ട്. എന്നാൽ നിങ്ങൾ ഓർക്കണം, അതുകൂടാതെ സംവരണ ആനുകൂല്യം അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് നായർസ് എന്ന്. അപ്പോൾ ഇതിനു വേണ്ടി നായർസ് NSS എവിടെയെങ്കിലും സമരം ചെയ്തായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സംവരണം വേണമെന്ന് പറഞ്ഞു സെക്രട്ടേറിയറ്റ് നടയിൽ ഇവരാരെങ്കിലും സത്യാഗ്രഹം ഇരുന്നുണ്ടോ? സുമാരൻ നായർ സത്യാഗ്രഹം ഇരുന്ന് കേട്ടോ? അതിനെക്കുറിച്ച് വല്ലതും കേട്ടോ? പന്തൽ കെട്ടി സമരം നടത്തിയ കേട്ടോ? ഒന്നും ഉണ്ടായില്ല. പിന്നെ എന്താ ഇവിടെ വർക്കൗട്ടായത്? CPMന്റെ 2 കൂട്ടരെ പ്രീണിപ്പിക്കാൻ നടത്തിയ ശ്രമം. ഒന്ന് മുസ്ലിം സമുദായമാണ്, 2 പെരുന്ന ആസ്ഥാനമാണ്, അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയാണ്. ഈ 2 കൂട്ടരെ വോട്ട് എവിടെ പോയി നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ കൂടെ നിന്ന ആളുകളുണ്ട്, ഒരു പ്രീണനവും ഇല്ലാതെ കൂടെ വെറുതെ നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്ക് പാർട്ടിയെ നിരന്തരം സഹായിച്ച, പാർട്ടിയുടെ കൊടി പിടിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായ, പാർട്ടിക്ക് വേണ്ടി തല്ലുകൂടുന്ന, തല്ലു കൊടുക്കുകയും മേടിക്കുകയൊക്കെ ചെയ്യുന്ന അണികൾക്ക് ഈ പാർട്ടിയിലൊരു അരക്ഷിതാവസ്ഥ. ഇത് മുതലെടുത്തുകൊണ്ട് വളരെ കൃത്യമായി BJP നടത്തിയ ചില രാഷ്ട്രീയ നീക്കമുണ്ട്. അത് ചിലത് ഞാൻ പറയാം. ഈഴവ കാൻഡിഡേറ്റ്സ് നിന്ന സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. BJPയുടെ അതിലൊന്ന് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ നിന്ന ഇടത്ത് CPMന്റെ പഴയ കനലായിട്ടുള്ള AM ആരിഫ്, ഗൗരിയമ്മയെ തോൽപ്പിച്ച അടക്കം ഒരു തിരഞ്ഞെടുപ്പിലും തോൽക്കാത്ത ആരിഫ്, സുമുഖൻ, സുന്ദരൻ, ഇങ്ങനെയുള്ള ആരിഫിന് എന്തു പറ്റി? അദ്ദേഹത്തിന് ഈഴ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞു. എന്താണ് കാര്യം? ആ സ്ഥലത്ത് എങ്ങനെയാണ് ഈ കുന്തിരിക്കവും മലരും ഒക്കെ മേടിച്ച് വീട്ടിൽ വെക്കാൻ പറഞ്ഞ പദയാത്രയൊക്കെ നടന്ന സ്ഥലമാണ്. പദയാത്രയെ നല്ലൊരു പേരിലുണ്ടായി. ഇങ്ങനെയുള്ള ജിഹാദി ഗുണ്ടകൾ തെരുവ് കൈയടക്കിയ സ്ഥലമാണ്. ഇവരോടൊക്കെ കാട്ടിയ ഒരു മൃദു സമീപനം. അവിടെ ശ്രീ നാസറാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി. അവിടെ പല കാര്യങ്ങളുണ്ട്, പല വസ്തുതകളുണ്ട്. അപ്പം ജിഹാദികളോട് കാട്ടിയ ഒരു ഉദാരത അത് ഈഴവ ഹിന്ദുക്കളിൽ വല്ലാത്തൊരു പ്രയാസം സൃഷ്ടിക്കുകയും
അവർ സ്വാഭാവികമായിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ ഒപ്പം നിൽക്കുകയും അത് വോട്ടായി മാറുകയും ചെയ്തു. ആരിഫ് തോറ്റു. അപ്പോൾ വോട്ടുകൾ ആരിഫിന് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അത് ശോഭ കരഗതമാക്കുക കൂടി ചെയ്യുന്നു എന്ന് നിങ്ങൾ കാണണം. മറ്റൊന്ന് ശ്രീ മുരളീധരനാണ്. മന്ത്രി മുരളീധരൻ BJPയുടെ. അദ്ദേഹം നിന്ന് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ശ്രീ ജോയി ആണെങ്കിലും പേര് കൊണ്ട് അദ്ദേഹം ജോയി എന്ന് കേട്ടാലും ആള് ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ശ്രീ ജോയി ആണെങ്കിലും അതുപോലെ മുരളീധരനാണെങ്കിലും അവിടെ മത്സരിച്ച അടൂർ പ്രകാശ് ആണെങ്കിലും കഴിവുള്ള ആളുകൾ തന്നെയാണ്, നല്ല കഴിവുള്ള. അവരെ ആര് ജയിച്ചാലും പ്രയോജനപ്രദമാണെന്ന് ചിന്തിച്ച ഒരാളാണ് ഞാൻ. അടൂർ പ്രകാശ് നേരിയ മാർജിനെ ജയിക്കുമ്പോൾ CPMൻ്റെ തട്ടകത്തിൽ നമ്മളറിയപ്പെടുന്ന IB സതീഷ് ജയിച്ച കാട്ടാക്കടയിലുമൊക്കെ ജയിച്ചു കയറിയ ആരാണ്? അവിടുത്തെ ഒന്നാം സ്ഥാനം കരഗതമാക്കിയത് ഈ മുരളീധരനാണ്. മുരളീധരൻ പിടിച്ച വോട്ടുകൾ ഏതാണ്? CPMൻ്റെ വോട്ടുകൾ മുരളീധരന് ഗണ്യമായിട്ട് കിട്ടി. കോൺഗ്രസിൻ്റെ വോട്ട് ഒത്തിരി കിട്ടി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അരക്ഷിത ബോധം തോന്നിയ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ നിൽക്കുകയാണ്, ഞങ്ങൾക്കല്ല ഇതുകൊണ്ടുള്ള പ്രയോജനം, പണിയെടുക്കുന്ന, പോസ്റ്റർ ഒട്ടിക്കുന്ന, സമരം ചെയ്യുന്ന പാർട്ടി സഖാക്കളെ അവഗണിച്ചിട്ട് പാർട്ടിക്കൊരു ഗുണവും ചെയ്യാത്ത ജിഹാദികളെയും പാർട്ടിയെ അസ്പർശ്യതയോടെ കാണുന്ന നായർ കമ്മ്യൂണിറ്റിയെയും നേതൃസ്ഥാനങ്ങളിൽ അവരോധിക്കുകയും അവരുടെ പേരിന് മാത്രമുള്ള കുറേ നേതാക്കൾ, അവർക്കൊന്നും അണികളില്ല, അവരെ പിടിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തുകയും അവരിലൂടെ CPM നടത്തിയ ഒരു സവർണ പക്ഷപാതിത്വവും മുസ്ലിം പ്രീണനവും ഇടതുപക്ഷ പാർട്ടികൾക്ക് ഗണ്യമായി പരിക്കേറ്റു. CPIയിൽ നിന്നൊട്ടും വ്യത്യാസമല്ല. CPIയുടെ പരാജയം അവർക്ക് പൊളിറ്റിക്കൽ ആക്ടിവിസം ഇല്ല. എന്ത് പൊളിറ്റിക്കൽ ആക്ടിവിസമാണ്? ഒരു 10 വർഷത്തോളം CPI നടത്തിയ, പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും CPI നടത്തിയ ഒരു സമരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർ നടത്തിയ നല്ലൊരു എന്തെങ്കിലും വിഷയത്തെ പറ്റിയുള്ള ഒരു ആക്ടിവിസം, ആ പേരെന്ന് പറയാം. അതിൽ ചില വ്യക്തികളുണ്ട്, റാണി രാജിയെ പോലെ, നമ്മളുടെ VS സുനിൽകുമാറിനെ പോലെ ചില വ്യക്തികൾ. ബാക്കി അവരും ഒരു NSS രാഷ്ട്രീയം തന്നെയാണ് പയറ്റുന്നത്. അണികളൊക്കെ ദലിതരോ ഈഴവരോ ആണ്. പക്ഷേ അതിൻ്റെ നേതൃസ്ഥാനത്തും അതിൻ്റെ ഗണ്യമായ മേഖലകളിലെല്ലാം അത് കൃത്യമായി CPM ചെയ്യുന്നത് പോലെ തന്നെ ഒരു സവർണ മാടമ്പിത്തരം ആ പാർട്ടിയിലും ചില നാളുകളായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ മന്ത്രിയാകേണ്ട ആളുകളുണ്ട് ന്യായമായിട്ട്. അത് വംശീയതയുടെ പേരിൽ അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് CPI നടത്തുന്നതും അവർക്ക് പിന്നെ പറയാനൊരു രാജയോ ഞങ്ങൾ ഇന്നാരെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില, അതൊന്നും വലിയ വാല്യുള്ള കാര്യങ്ങളല്ല. CPMൻ്റെയും CPIയുടെയും ദേശീയ രാഷ്ട്രീയത്തിനകത്ത് എന്താണ് പ്രസക്തിയുള്ളത്? അപ്പോൾ ഇത് നിങ്ങൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഈ ചർച്ചയിലൊക്കെ വരും, പക്ഷെ അത് ആരും ഗൗനിക്കാൻ പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ NSSനോടും അല്ലെങ്കിൽ നായർ കമ്മ്യൂണിറ്റിയോടും മുസ്ലിം സമൂഹത്തോടും അവർ കാട്ടിയ അമിതമായ പ്രീണന നയം, അത് പാർട്ടിയെ നിരന്തരം സഹായിച്ചുകൊണ്ടിരുന്ന സഖാക്കൾ BJP പക്ഷത്തേക്ക് തിരിയാൻ കാരണമായിട്ടുണ്ട്. ഈ അപകടം അവർ കണ്ട് തിരുത്താനൊന്നും പോകുന്നില്ല. കാരണം വളരെ താമസിച്ച് മാത്രം നേരം വെളുക്കുന്ന ഒരു പാർട്ടിയാണ് ചില നാളുകളായിട്ട് CPM എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ താഴെ വരാൻ പോകുന്ന കമൻറ്റുകളുണ്ട് സഖാക്കളുടെ. ഇതിൽ ഞാൻ പറയുന്ന മുഴുവൻ ഞാൻ എന്തോ സംഘപരിവാറുകാരനാണെന്നോ കോൺഗ്രസ്സുകാരനാണെന്നോ നിലയിലായിരിക്കും താഴെ കമൻറ്റ് വരുന്നത്. എനിക്കതിൽ വിരോധമൊന്നുമില്ല. കാരണം ഞാൻ ഇത്തവണ വോട്ട് ചെയ്തില്ല. കുറേ നാളായിട്ട് പഞ്ചായത്ത് ഒഴികെ അങ്ങ് വോട്ട് ചെയ്യുന്നില്ല എന്നോർത്താണ്. പഞ്ചായത്തിൽ ഈ കൂട്ടുകാരായിരിക്കും നിൽക്കുന്നത്, അവരെ അവഗണിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ബാക്കിയൊന്നും ഒരു ഘടകമല്ല. ഞങ്ങൾ വീട്ടിൽ നിന്നേ പോകാറില്ല. തിരിച്ചു വരാം. അപ്പോൾ CPM CPI ഉള്ള രണ്ട് കക്ഷികൾ. മറ്റൊരു കാര്യം CPI പറ്റി പഠിക്കണം. ഈ CPI വാസ്തവത്തിൽ CPMന് ഒരു നഷ്ടമാണ്. 10-30 സീറ്റ് കൊടുക്കണം. ഇവർക്ക് അതിനുള്ള സ്ട്രെങ്ത് ഒന്നുമില്ല. അതേതാണ്ട് തീരെ കാലഹരണപ്പെട്ടു. മത്സരിപ്പിക്കാൻ ഒരാളില്ല. ഈ അരുൺകുമാർ നിന്നപ്പോഴേ ഞാൻ തോക്കുമെന്ന് പറഞ്ഞു. അതാരും അംഗീകരിച്ചില്ല. ചുമ്മാ അതാ ജയിക്കും. എനിക്ക് ഒന്നാമത് തോക്കുമെന്ന് കണക്ക് കൂട്ടിയ ഒരാളാണ് അരുൺകുമാർ ഓടിക്കുന്നില്ലെതിരെ. എൻ്റെ വിശകലനം നിങ്ങൾ കണ്ടു കാണും. എൻ്റെ വിശകലനത്തിലാകെ പാളിയത് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ കാര്യമാണ്. ബാക്കിയൊക്കെ ഏതാണ്ട് കറക്റ്റായിരുന്നു. അപ്പോൾ ഈ അരുൺകുമാർ തോക്കുമെന്ന് പറയാൻ കാരണം എന്താ? ഈ മനുഷ്യനെ ആർക്കും അറിയില്ല. നേരത്തെ ഒന്നും ഇവരെ ഒരു രംഗത്ത് ഈ പാർട്ടി കൊണ്ടുവരുന്നില്ല, അവരും വരുന്നില്ല. അത് പാർട്ടിയുടെ മാത്രം കുഴപ്പമില്ല. ഇദ്ദേഹത്തിനൊക്കെ എന്തോ AIYFലൊക്കെ സ്ഥാനമുള്ളവരാണ്. ഇവരൊരു പോസ്റ്റർ ഒട്ടിച്ച് എങ്കിലും പ്രതിഷേധം അറിയിക്കുകയോ ഇവരൊരു സാന്നിധ്യം അറിയിക്കുകയോ ജനങ്ങൾക്ക് അറിയില്ല. ഇലക്ഷൻ തന്നാൽ ഇങ്ങനെ ഒരു അരുൺകുമാർ ഉള്ളത് കേരളക്കരെ അറിയുന്നേ. അപ്പോൾ കൊടിക്കുന്നിലിൻ്റെ മികവല്ല അവിടുത്തെ കാര്യം. കൊടിക്കുന്നിൽ ഇന്നിപ്പോൾ പാർലമെന്റിലെ ഏറ്റവും സീനിയർ മെമ്പറാണെന്ന് കേൾക്കുന്നു. 8 മോഡിയേക്കാൾ സീനിയോറിറ്റി ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ 2 പേരുണ്ടെന്നാണ് ആകപ്പാടെ ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അദ്ദേഹം ജയിക്കുമെന്ന് ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭരണമികവല്ല, മറിച്ച് എന്താണ് കാര്യം? അദ്ദേഹത്തിന് അവിടെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ
വിജയിച്ച് കയറാൻ കാരണം ഇത്രേ ഉള്ളൂ. ഈ CPI പോലൊരു സംഘടന പോരാ, അതിലൊരു ചെറുക്കം പോരാ ഈ കൊടിക്കുന്നിലിനെ നേരിടാൻ. അല്ലെ അതുപോലെ ഒപ്പം ഭരണവിരുദ്ധ വികാരമുണ്ട്. പണ്ട് ചെങ്ങറയൊക്കെ ജയിച്ചൊരു സമയമുണ്ട്, അത് മറ്റൊരു കാര്യം. അത് ഇദ്ദേഹത്തോട് ബാലകൃഷ്ണപിള്ളയൊക്കെ ഏറ്റുമുട്ടിയൊരു കാലഘട്ടമാണ്. തുടർന്ന് ബാലകൃഷ്ണപിള്ളയെ കൊടിക്കുന്നിലും തോപ്പിച്ചു. അങ്ങനെ പ്രതികാരം ചെയ്തപ്പോൾ 2 കോടി രൂപ നഷ്ടമാണെന്ന് മനസ്സിലായി, അവർ കോംപ്രമൈസ്ഡായി. അപ്പോൾ കൊടിക്കുന്നിലത് അധികായനാണ്, കരുത്തനാണ്. അദ്ദേഹത്തെ നേരിടാൻ തക്ക ത്രാണിയൊന്നും ഒരു AYF-കാരൻ ഇല്ല എന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിച്ചത്. ഇനി അവിടെ കാണേണ്ട ഒരു കാര്യം, CPI പിന്നെ മത്സരിച്ച എവിടെയാണ്? പന്ന്യൻ രവീന്ദ്രനാണ്. നല്ല മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് ആരും മോശം പറഞ്ഞിട്ടില്ല. ഈ സുനിൽകുമാറും പന്ന്യനും ഒക്കെ വളരെ ആദർശമുള്ള മനുഷ്യരും കട്ടെടുക്കാത്ത ആൾക്കാരും ഈ ദൂരത്തുള്ള ആളുകളൊന്നുമല്ല. നല്ല നേതാക്കന്മാർ ആ പാർട്ടിയിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള നല്ല മനുഷ്യരെ അങ്ങനെ നമ്മൾ കാണണം. ആനി രാജ വളരെ നല്ലൊരു കാൻഡിഡേറ്റാണ്. CPI ഒരുപക്ഷെ കൊണ്ടുവന്നതിൽ ഏറ്റവും മികച്ചൊരു കാൻഡിഡേറ്റാണ്. പക്ഷെ അവരെ നിർത്തേണ്ടതൊന്നും അവിടെ അല്ല, അങ്ങനെയല്ല ഒരു കാര്യം. അപ്പോൾ ഈ പന്ന്യൻ രവീന്ദ്രനെ നിർത്തി ആരോടാണ്? ഒരു ഹൈടെക് മാൻ അപ്പുറത്തൊരു പാൻ ഇന്ത്യൻ താരം, അല്ലെങ്കിൽ ഒരു വിശ്വപൗരനായിട്ടുള്ള ശ്രീ ശശി തരൂരിൻ്റെ അടിയിൽ, അപ്പുറത്ത് ചന്ദ്രശേഖരൻ്റെ അടിയിൽ കൊണ്ടു നിർത്തിയ ആരെയാണ്? CPIയിലെ മികച്ച ആൾ തന്നെയാണ്. പക്ഷേ ഇവർ രണ്ടുപേരിൽ ഒരാളാണ് പന്ന്യനേക്കാൾ പാർലമെന്റിൽ പെർഫോം ചെയ്യുന്നത്. ഭാഷ, പാണ്ഡിത്യം, ഇക്കാര്യങ്ങളിൽ. CPI നേരിടുന്ന പ്രശ്നം എന്താണ്? അവിടെ ഒരാളെ വെക്കാനില്ല, ചെറുപ്പക്കാരില്ല. മുഹമ്മദ് മുഹ്സിനെ പോലൊക്കെയുള്ള ആളുകൾ, ഇത്തരത്തിലെ കഴിവുള്ള മനുഷ്യരുണ്ട്. പക്ഷേ CPIയിൽ അവർ വളരുന്നില്ല, അവർക്ക് പ്രോഗ്രാമുകളില്ല. CPM-ന്റെ തണലിൽ ഈ 30 സീറ്റും അല്ലെ 4 സീറ്റ് വിട്ട് 2 സീറ്റിനുള്ള അർഹത CPIയുടെ പ്രവർത്തനം വെച്ചില്ല. ഇനി അടുത്തൊരു കാര്യം കൂടി ഇടതുമുന്നണിയെക്കുറിച്ച് പറയാം. അത് ഈ മാണി ഗ്രൂപ്പാണ്. ഈ മാണി ഗ്രൂപ്പ് ലയിച്ചിട്ടും ഇടതുപക്ഷത്ത് നിന്നിട്ടും ജനം ഇതുവരെ അത് ഉൾക്കൊണ്ടില്ല. അതിൻ്റെ തെളിവാണ് ഈ കണ്ടത്. കാരണം മാണി ഗ്രൂപ്പിൻ്റെ കേന്ദ്രങ്ങളിലൊക്കെ കൊടിക്കുന്നിലാണ്, ചങ്ങനാശ്ശേരിയിലൊക്കെ ലീഡ് ചെയ്യുന്നത്. മാണി ഗ്രൂപ്പ് ഇപ്പുറത്ത് നിൽക്കുന്നത് അരിവാളും ചുറ്റും അരിവാളും നിൽക്കതിരുവാണെങ്കിൽ അതിൻ്റെ അണികൾക്ക് വോട്ട് ചെയ്യാൻ ഒത്തിരി മാനസികമായ വൈഷമ്യമുണ്ട്. അവർക്ക് UDF-ന് വോട്ട് ചെയ്യാൻ മടിയൊന്നുമില്ല. തിരിച്ച് ഈ 2 വോട്ട് ചെയ്യാൻ പാകത്തിന് ഇതുവരെ വേണ്ടത്ര ഒരു മാറ്റം പരമ്പരാഗത പാർട്ടിക്കാർ വന്നിട്ടില്ല. ചുരുക്കത്തിൽ മാണിക്കും നഷ്ടമാണ്, തിരിച്ച് ഇടതുപക്ഷത്തിനും നഷ്ടമാണ്. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം നേരിടുന്ന വല്ലാത്തൊരു പ്രതിസന്ധി. വിശ്വസനീയരായൊരു ഘടകകക്ഷി ഒപ്പമില്ല. സ്ട്രെങ്ത് ഉള്ള ഘടകകക്ഷിയെ വിശ്വസനീയരാണ് CPI, പക്ഷേ സ്ട്രെങ്ത് ഇല്ല. ഇനി മറ്റൊരു കാര്യം കൂടി കാണുന്നത്, ഈ BDJS പോലെയുള്ള ചില സംഘടനകളിലൂടെ ഈഴവ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി തങ്ങൾക്ക് അനുകൂലമാക്കാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇടതുപക്ഷത്തെ നന്നായിട്ട് ബാധിക്കും, ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ. അതിനുള്ള അന്തരീക്ഷം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഞാൻ ആ വിശകലനം അവിടെ നിർത്തുന്നു. ഇനി സുരേഷ് ഗോപിയിലേക്കും BJPയിലേക്കും വരാം. ഈ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് അനുകൂലമാകുമോ? ഇല്ലെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഇപ്പോഴും അത് തന്നെ പറയുന്നു, അങ്ങനെ ഒരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കത് സുരേഷ് ഗോപിയെ മാറ്റി നിർത്താം. ഉണ്ടെങ്കിൽ എന്താണ് എറണാകുളത്ത് BJP സ്ഥാനാർത്ഥിയുടെ അവസ്ഥ? കാരണം അത് ക്രൈസ്തവ കോട്ടയാണ്. എങ്ങനെയൊക്കെ വന്നാലും ആടി ഉലയാത്ത UDF കോട്ടയാണ്. ക്രൈസ്തവരേറെയുള്ള സ്ഥലമാണ്. ലത്തീൻ കത്തോലിക്കരുടെ കേന്ദ്രമാണ് കോട്ടയം. ക്രൈസ്തവരിലെ സിറിയൻ ക്രിസ്ത്യൻസും എല്ലാത്തരം ക്രൈസ്തവരുള്ള സ്ഥലമാണ് കോട്ടയം. പത്തനംതിട്ട എന്തൊക്കെയായിരുന്നു ബഹളം? പൂഞ്ഞാറിൽ 3PC യുടെ നേതൃത്വത്തിൽ വൻതോതിൽ അനിൽ ആന്റണിക്ക് അനുകൂലമായ പോളറൈസേഷൻ ഉണ്ടാകും എന്നൊക്കെയാണ്. ഞാനിത് നിരീക്ഷിച്ചു. അനിൽ ആന്റണി സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ 1 ലക്ഷത്തിൽ പരം വോട്ടിന് പുറകിൽ പോകുന്നതാണ് എൻ്റെ നിരീക്ഷണം. ഏതാണ്ട് 64,000 വോട്ടിന് അദ്ദേഹം പുറകിൽ പോയി. അപ്പോൾ ഏതാണ്ട് 26,000 എൻ്റെ നിരീക്ഷണത്തെക്കാൾ കുറവുണ്ടെങ്കിലും അനിൽ ആന്റണിക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ക്രൈസ്തവ വോട്ടുകളുടെ ഒരൊഴുക്ക് BJPക്ക് അനുകൂലമായി ഉണ്ടായെങ്കിൽ തൃശ്ശൂർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ എന്ത് മാറ്റമുണ്ടാക്കാൻ BJPക്ക് സാധിച്ചു? കാര്യമായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ കേരളത്തിലെ നിന്ന് ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് അനുകൂലമാകുന്നു എന്ന ആ പ്രചരണം അത്ര കണ്ട് പ്രസക്തമല്ല. എന്നാൽ മുൻകാലങ്ങളെക്കാൾ BJP അസ്പർശരല്ല എന്നൊരു ബോധം ക്രൈസ്തവരിലുണ്ട്. അതാണ് സത്യം. അതിൻ്റെ കാരണങ്ങളിലൊന്ന്, ഇടത് വലത് മുന്നണികളിൽ കണ്ടുവന്ന, ഇപ്പോൾ 10 വർഷമായിട്ട് ഭരിക്കുന്ന ഇടതു മുന്നണി അവർ ക്രൈസ്തവ സമൂഹത്തോട് കാണിക്കുന്ന ഒരു അവഗണനയുണ്ട്. അപ്പോൾ ഇത് നല്ല നിലയിൽ വൈകാരികമായി ചിന്തിക്കാനും ഒരു മുസ്ലിം വിരുദ്ധത അവർക്കുള്ളിൽ ഉണ്ടാകാനും കാരണമായിട്ടുണ്ട്. അപ്പോൾ പ്രായോഗികമായിട്ട് ഈ ഒരു അവസരം മുതലെടുക്കാൻ
BJP ശ്രമിച്ചെങ്കിലും അതിൽ വിജയിച്ചത് രാജീവ് ചന്ദ്രശേഖറും ശ്രീ സുരേഷ് ഗോപിയുമാണ്. അതിൽ രണ്ടുപേരുടെയും നയം രണ്ടായിരുന്നു. പെട്ടെന്ന് ലാൻഡ് ചെയ്ത രാജീവ് ചന്ദ്രശേഖർക്ക് വേണ്ടത്ര സമയം കിട്ടിയില്ല. രാജീവ് ചന്ദ്രശേഖർക്ക് ഒരു അല്പം സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ തിരുവനന്തപുരത്തെ സ്ഥിതി മാറുമായിരുന്നു. എന്താ ഈ പറയുന്നത്? ഈ 15,000 വോട്ട് നേരെ 7,500 വോട്ടൂടെ പിടിച്ചാൽ കളിയങ്ങ് മാറും. അതിൻ്റെ നേരെ പാതി പിടിച്ചാൽ മതി. അതായത് 10,000 വോട്ട് പർച്ചേസ് ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ക്രൈസ്തവർ ഈ 2 മണ്ഡലങ്ങളിൽ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. എങ്ങനെയൊക്കെ? അതിൻ്റെ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം, സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ഈ തൃശ്ശൂർ വിടാതെയുള്ള പ്രവർത്തനമാണ്. അദ്ദേഹം സാധാരണ വീട്ടിൽ ചെല്ലുന്നു, ഊണ് വാങ്ങിക്കഴിക്കുന്നു. നമ്മളിത് കണ്ടാൽ ഒരു കോമഡി പോലൊക്കെ തോന്നും. പക്ഷെങ്കിൽ ആ ഊണ് പോയി കഴിക്കുന്ന വീട്ടുകാർക്ക് അതൊരു ചാരിതാർത്ഥ്യമാണ്. ഒരു നടനാണ്. നടനെന്ന നിലയിൽ അദ്ദേഹത്തെ ഇപ്പോഴും ഉൾക്കൊണ്ടേക്കുന്നത്. പിന്നെ മാതാവിന് കിരീടം കൊടുക്കുന്നു. അതൊക്കെ ഈ ക്ഷിപ്രവിശ്വാസികളായ കത്തോലിക്കരെ കോരിത്തരിപ്പിക്കുന്ന ചില ഇടപാടുകൾ. ജയം ഞാൻ മാതാവിന് സമർപ്പിക്കുന്നു എന്നൊക്കെയുള്ള പ്രയോഗം ഈ ക്ഷിപ്രവിശ്വാസികളെ ഏറെ ആനന്ദിപ്പിക്കും. അപ്പോൾ അവരുടെ തൊട്ടുമുമ്പിൽ ആരാണ്? ഒരാൾ K മുരളീധരനാണ്, അപ്പുറത്ത് സുനിൽകുമാറാണ്. അപ്പോൾ ഈ 2 പേരും നിൽക്കുന്നത്, അവർ 2 കരുത്തരാണ്. സുരേഷ് ഗോപിയേക്കാൾ ഒട്ടും മോശമല്ല. അപ്പോൾ ഇവർ 2 പേരുടെ പ്രശ്നം എന്താണ്? ഈ CPIക്ക് ക്രൈസ്തവരെക്കുറിച്ചുള്ള നിലപാടെന്താ? ഒരു നല്ല നിലപാട് പറഞ്ഞിട്ടുണ്ടോ ഈ പാലസ്തീൻ വിഷയത്തിലോ? ഇതൊക്കെയാണ് രാഷ്ട്രീയം. അല്ലെങ്കിൽ CPMൽ നിന്ന് വിരുദ്ധമായിട്ടൊരു നിലപാടോ കാഴ്ചപ്പാടോ ഈ വിഷയത്തിലുണ്ടോ? ഏതെങ്കിലും ജിഹാദികളെ പ്രീണിപ്പിക്കുന്ന നയങ്ങൾക്കെതിരെ അവർക്കൊരു നിലപാടുണ്ടോ? നായർ കമ്മ്യൂണിറ്റിക്ക് വാരിക്കോരി കൊടുക്കുന്ന ഈ സ്ഥാനമാനങ്ങളെക്കുറിച്ച് ആ പാർട്ടിയും മുക്തമല്ല. സ്വാഭാവികമായിട്ട് ക്രൈസ്തവർ അപ്പോൾ മുമ്പോട്ട് വെക്കുന്ന ചില ചെറിയ വാഗ്ദാനങ്ങളിൽ കുരുങ്ങിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അവിടെ വോട്ടായി മാറിയിട്ടുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. ഇസ്ലാം വോട്ടുകൾ അവിടെ സുനിൽകുമാറും പിടിച്ചിട്ടുണ്ട്. ഇനി ഈ ശ്രീ K മുരളീധരൻ്റെ കാര്യമാണ്. അദ്ദേഹം കഴിവുള്ളൊരു നേതാവാണ്. ഞാൻ എൻ്റെ മറ്റൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി പോയ ഒഴിവിൽ പരിഗണിക്കണമെന്ന് ചിലർ. പക്ഷേ എൻ്റെ താല്പര്യം ഷാഫി പറമ്പിൽ ഒഴിവായ പാലക്കാട് നിർത്തി ജയിപ്പിക്കേണ്ട, കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ട കരുത്തനായ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് ശ്രീ K മുരളീധരൻ. അപ്പോൾ ഏതായാലും അതേ ഏതാണ്ട് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്നൊക്കെ നിലയിൽ കുറേ നാളായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കഴിവുള്ള അദ്ദേഹം ആ പാർട്ടിയിൽ നേരിടുന്ന ചില അവഗണനകളുണ്ട്. അത് അദ്ദേഹം മത്സരിച്ച് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇനി ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്, BJP എങ്ങനെയാണ് ഇവിടെ പിടിമുറുക്കിയത് എന്നാണ്. BJP പിടിമുറുക്കിയത് ക്രൈസ്തവ വോട്ടുകളിലല്ല, മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗത ദലിത് അതുപോലെ തന്നെ ഈഴവ വോട്ടുകൾ, ഈഴവ സ്ഥാനാർത്ഥികൾ നിന്നയിടത്ത് നല്ല നിലയിൽ പിടിച്ചു മാറ്റാൻ അവർക്ക് സാധിച്ചു. ഏതാണ്ട് വിജയത്തിനൊപ്പം വരുന്ന വിധത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. അത് മനസ്സുമടുത്ത കുറേ പേര് വോട്ട് എങ്ങും ചെയ്യാതെ ഇരുന്നു. ആ വോട്ട് ചെയ്യാതെ മരവിച്ചു പോയ വോട്ടുകളൊക്കെ ഈ ഇടതുപക്ഷ വോട്ടുകളാണ്. ഈ പ്രശ്നങ്ങൾ അതിശക്തമായിട്ട് അവരെ ബാധിച്ചു. ഇതാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം. ഇനി മറ്റൊന്ന് എന്നുള്ളത്, നമ്മുടെ മുമ്പിൽ നിരീക്ഷിക്കേണ്ട, ദേശീയ രാഷ്ട്രീയത്തിൽ കാണേണ്ട ഒരു കാര്യം, BJPയുടെ മണിപ്പൂർ രാഷ്ട്രീയം അതൊക്കെ എങ്ങനെ ഫലവത്തായി എന്ന് നമ്മൾ കണ്ടു. അവിടെയൊക്കെ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. ഭീകരത അവരെവിടെല്ലാം കൃത്യമായി പ്രയോഗിച്ചോ അതൊക്കെ മനുഷ്യർ ചിന്തിച്ച് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ ശ്രീ മോഡി, അദ്ദേഹത്തിന് പഴയ ആർജവമില്ല. അദ്ദേഹത്തിന് ഇനി ഘടകകക്ഷികളെ ആശ്രയിക്കാതെ നിൽക്കാൻ വയ്യ. അദ്ദേഹത്തിന് ഇനി വിധേയനാകാതെ വയ്യ. ചന്ദ്രബാബു നായിഡുവിനെ പോലെ, ഫെർണാണ്ടസിനെ പോലെ, ഒക്കെ ഉള്ള നിതീഷിനെ പോലെ ഒക്കെ ഉള്ള നേതാക്കന്മാർക്ക് വിധേയനായിട്ട് മാത്രം ഭരിക്കാനാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള മാൻഡേറ്റ്. അങ്ങനെ വേണം. കാരണം ഈ പാർട്ടി എന്നൊരു സംവിധാനം ഇല്ലാതെ RSS പോലും ഏതാണ്ട് കൃത്യമായി BJPയുമായി അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഒതുക്കാനാവാത്തൊരു നിലയിലേക്ക് നരേന്ദ്രമോദി മാറി. RSSന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. സാധാരണഗതിയിൽ ഈ RSS ആസ്ഥാനമാണ് ഈ പ്രധാനമന്ത്രിമാരെ വാഴിക്കുന്നു നിർത്തുന്നതൊക്കെ. പക്ഷെ ഒരു 15 കൊല്ലം മോദി എന്ന അധികായന്റെ കയ്യിലായിരുന്നു ഇന്ത്യയിലെ സംഘപരിവാർ രാഷ്ട്രീയം കംപ്ലീറ്റ് പോയിക്കൊണ്ടിരുന്നത്. ഇത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ഡിക്റ്റേറ്റർഷിപ്പ് മനുഷ്യൻ മടുക്കും. അത് ഇന്ദിരാഗാന്ധിക്ക് നേരിട്ടിട്ടുണ്ട് ഈ പ്രശ്നം. അത് നമ്മൾ മോഡിയിലും അതുപോലെ തന്നെ പിണറായി വിജയനിലും ഒക്കെ കാണുന്ന ഈ ഡിക്റ്റേറ്റർഷിപ്പ്, ഞാൻ പറയും യു ഹാവ് ടു ഒബേ. ഈ ഒരു കാര്യം പണ്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നപ്പോൾ അവരും തോറ്റുപോയി. അത് ഓർക്കണം. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. അന്ന് ആന്റണിയൊക്കെ പോയിട്ട് ചിക്കമംഗളൂരിൽ ഇന്ദിരയെ തോൽപ്പിക്കാൻ പ്രസംഗിച്ച ആളാണ്. അങ്ങനെ ഒരു കാലമുണ്ട്. ഈ കോൺഗ്രസിലെ ജനാധിപത്യം എടുത്തു കളഞ്ഞിട്ട്
ഉരുക്കുവനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി ഈ ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ടുവന്നു. സ്വന്തമായിട്ട് ഞാൻ പറയും കേട്ടോണം, ഈ ഒരു നിലയിലേക്ക് പോയി. ഇവിടെയാണ് രാഹുൽ ഗാന്ധി ഈ ഏകാധിപതി എന്ന മനസ്സൊക്കെ മാറ്റിയിട്ട് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന ആശയത്തിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ വിജയമാണത്. ഏറ്റവും പക്വത കുറഞ്ഞ, അതുപോലെ പ്രായോഗികമായി ഒട്ടും ചിന്തിക്കാത്തൊരു നേതാവായിരുന്നു 15 കൊല്ലം മുമ്പ് വരെ രാഹുൽ ഗാന്ധി. നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ നല്ല ശക്തമായ പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹം ഈ പാർലമെന്റിലെ പെർഫോമൻസ് ഒക്കെ വളരെ മോശമായിരുന്നു. ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് കൊണ്ടുവന്നൊരു ബില്ല് വലിച്ചു കീറിക്കളഞ്ഞു. അതുപോലെ തന്നെ മോഡി ഇടയ്ക്ക് പോയി കെട്ടിപ്പിടിക്കുന്നു. ഈ രാഷ്ട്രീയത്തെ ഏറെ ആളുകൾ വിമർശിച്ചതിൽ നിന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹം ഹോംവർക്ക് ചെയ്തു. അതൊരു പരിധിവരെ ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകണമെന്ന ആ പൾസ് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് പക്വത കൈവരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ യാത്രകൾ അതുവഴി ഒരു സന്ദേശമാക്കി തീർക്കാൻ സാധിച്ചു. ഒപ്പം അന്നും അദ്ദേഹത്തിനൊപ്പം നിന്ന് ഈ തോൽവിയിലും കൂടെ നിന്ന KC വേണുഗോപാലാണ്, അദ്ദേഹത്തെ പോലുള്ളവർ നേതാക്കളാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ കളക്റ്റീവ് ലീഡർഷിപ്പിനെ ഉൾക്കൊള്ളുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. മല്ലികാർജ്ജുന ഖാർഗെയുടെ അദ്ദേഹത്തിൻ്റെ പ്രായവും പക്വതയും അതുമൊക്കെ അദ്ദേഹം ഉൾക്കൊണ്ടു പോകുന്നു എന്നൊരു ജനാധിപത്യ ബോധമാണ്. അങ്ങനെ പോകുമെങ്കിൽ ഇവിടെയാണ് മോഡിക്കൊക്കെ സംഭവിക്കുന്ന പരാജയം. ജനാധിപത്യത്തെ ഉൾക്കൊള്ളുന്നില്ല. മറിച്ച് ഞാൻ പറയും, നിങ്ങൾ കേൾക്കണം, പണ്ടത്തെ ഇടതുപക്ഷ പാർട്ടികളുടെ എന്താണ്, അപ്പുറത്തൊരു പാർട്ടിയുണ്ട്, ആ പാർട്ടി കൺട്രോൾ ചെയ്യും മുഖ്യമന്ത്രിയെ. അപ്പോൾ അത് പിണറായി വിജയൻ വന്നോടെ ഈ പാർട്ടിക്ക് കൺട്രോളില്ല. ഞാനൊക്കെ അത് ഓർത്ത്, ഗോവിന്ദൻ വലിയൊരു ചിന്തകനും പാർട്ടി ക്ലാസ് എടുക്കുന്ന ആളുമൊക്കെയാണ്. പെട്ടെന്നൊന്നും പിണറായിക്ക് അങ്ങനെ വഴങ്ങില്ല. എന്തോ ചില കാരണങ്ങളാൽ ആദ്യമൊക്കെ കുറേ ഒരു വെടിപൊട്ടിച്ചെങ്കിലും പിന്നെ പതുക്കെ അദ്ദേഹം ഈ പിണറായിക്ക് വിനീത വിധേയനായി പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇനി നമ്മളിത് ഇവിടെ കാണേണ്ടത്, അദ്ദേഹം ആകെ പരിശീലനായിരിക്കുന്നു. സ്വയം അദ്ദേഹം മാറി നിൽക്കേണ്ട സമയം എത്തിയിരിക്കുന്നു പിണറായി വിജയൻ. അപ്പോൾ അവരുടെ പ്രായമൊക്കെ വെച്ച് നോക്കിയാൽ അദ്ദേഹം രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്നും പഴയ ഊർജ്ജമില്ല. അപ്പോൾ ഇതൊക്കെ ഇല്ലാതെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രണ്ടുപേർക്കും, പിണറായി വിജയനും മോഡിക്കും പറ്റിയൊരു പ്രശ്നമുണ്ട്. ഇവർ മാധ്യമങ്ങളെ കാണൂല. അതൊരു ഇൻട്രാക്ഷനാണ്, ജനകീയ സംവാദമാണ് മാധ്യമങ്ങളിലൂടെ നടത്തേണ്ടത്. പത്രസമ്മേളനമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ തവണ പിണറായി ഇത്രയും ജനകീയനായത്? അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് ഓരോ ഘട്ടത്തിലും മാധ്യമങ്ങളോട് സംവദിക്കും. മാധ്യമങ്ങളും അദ്ദേഹം തമ്മിൽ മണിക്കൂറുകളുള്ള സംവാദമാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുണ്ടെങ്കിൽ ആ വിമർശനങ്ങളെ ജസ്റ്റിഫൈ ചെയ്യാനും അത് ഇതാണ് ശരിയെന്ന് പറയാനും ഒക്കെ അവസരങ്ങൾ കിട്ടി. പക്ഷേ ഇത്തവണ ചെയ്തത് എന്താണ്? രണ്ടാം ഘട്ടം വരുമ്പോൾ ഏതോ ഒരു അഹങ്കാരം പോലെ മാധ്യമങ്ങളിൽ നിന്ന് മാറി, ഇതൊന്നും നിങ്ങളുടെ സഹായം കൊണ്ടൊന്നുമല്ല ഞാൻ ജയിച്ചത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ എനിക്കൊന്നുമില്ല എന്നൊരു ധാർഷ്ട്യം അദ്ദേഹത്തിലേക്ക് കൂടുതലായി വന്നിട്ട് എന്ത് ചെയ്യും? മാധ്യമങ്ങളിൽ നിന്നാകുന്നു. അപ്പോഴാണ് മകളുടെ പേരിലുള്ള മാസപ്പടി വിവാദം അടക്കം, അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ടോ, ഈ അകമ്പടി വാഹനം, ഒത്തിരി കാര്യങ്ങൾ എതിരെ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ ശരിതെറ്റുകൾ പറയേണ്ട ആൾ അവിടെ വന്നിരിക്കാത്തതുകൊണ്ട് അപ്പം ജനം ചിന്തിച്ചു, ഇദ്ദേഹം വിശദീകരണം കൊടുക്കാത്തതിൻ്റെ അർത്ഥം ഇതിലെന്തോ പ്രശ്നമുണ്ട്. നിരന്തരം സംവദിക്കുന്ന ആ പ്രവണത മാറ്റി അദ്ദേഹം ഇനി മന്ത്രിമാരെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കാൻ സമ്മതിക്കുമോ? അതുമില്ല. അപ്പോൾ സർക്കാരും ജനങ്ങളും തമ്മിൽ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളുടെ ശരിതെറ്റുകളെ വിശകലനം ചെയ്യേണ്ട വേദികളിൽ നിന്ന് നരേന്ദ്രമോദി മാറി, പിണറായി വിജയനും മാറി. ഇത് രണ്ടു കൂട്ടരെയും ബാധിച്ചു. ഏതായാലും തെറ്റ് തിരുത്തിപ്പോകുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഈഗോയാണ് ഇവരെയൊക്കെ നേരിടുന്ന പ്രശ്നം. ഇവരുടെ ഈഗോ എന്താണ്? ആ ഈഗോ എന്ന് ഞാൻ പറഞ്ഞ് നിർത്തിയേക്കാം. ഇപ്പോൾ ഇന്നിപ്പോൾ CPM-ൻ്റെ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, സംസ്ഥാന സമിതി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേൾക്കുന്നു. ഇത് വിശകലനം ചെയ്യാം. ഇതിന് ശേഷം തന്നെ ഇവരിറങ്ങി വന്നിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ എന്താണ്? ഞങ്ങൾ പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ നമ്മൾ കണ്ട എന്താണ്? ഈ SFI പോലുള്ള സംഘടനകൾ വന്നിട്ട് വളരെ മ്ലേച്ഛമായ വിധത്തിലാണ് ഇവിടെ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പോഴും നിങ്ങളൊരു കാഴ്ച കാണണം, ഇത്രയും ദയനീയമായ അടി LDF-ന് കിട്ടി. ഇവരൊരു കാര്യം പ്രൊജക്റ്റ് ചെയ്യാണ്. ഈ രമ്യ ഹരിദാസിൻ്റെ ഒരു പാട്ടെടുത്തിട്ടിട്ട് അത് ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ട്രോൾ ചെയ്യുകയാണ്. രമ്യ ഹരിദാസ് നിസാര വോട്ടുകൾക്ക് തോറ്റേന്ന് ഓർക്കണം. അവർ ഇടതുകോട്ട അട്ടിമറിച്ച് ജയിച്ച ആളാണ്. അവർ തോക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ കേട്ടോ. ഇത് പറയുമ്പോൾ ഒരു പക്വത കുറവുണ്ട്, അതുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ എന്നാൽ രാധാകൃഷ്ണൻ ഒരു മാന്യനാണ്. മറിച്ചത് രാധാകൃഷ്ണൻ തോക്കണമെന്ന് വേറൊരു ഭാഗത്ത് ആഗ്രഹിച്ചു. കാരണം കേരളത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു മന്ത്രിയാണ്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഈ രാധാകൃഷ്ണനൊക്കെ ഒതുക്കാനാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നുള്ള വേറൊരു കാര്യം. അത് ടീച്ചറുടെ കാര്യമാണ് പാളിപ്പോയത്. ടീച്ചർ രാധാകൃഷ്ണനും ഒരു ഭാഗത്ത് തോക്കണം എന്ന് അവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. കാരണം ഇവരങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ചെയ്യാനില്ല. മറിച്ച് കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് ഒത്തിരി പ്രവർത്തിക്കാറുണ്ട്. ഷാഫി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തിനാണ് നിങ്ങൾ അത് ഒരു വാക്കി പറഞ്ഞു നിർത്താം. ഈ അടുത്തൊരു ഘട്ടം വരുമ്പോഴേക്ക് ഈ ടീച്ചർക്കൊരു സാധ്യതയുണ്ട്. ടീച്ചർക്ക് അതിൽ ഇപ്പോഴും ഇമേജുള്ള നേതാവാണ്. ആ ഇമേജ് ഇടിക്കാൻ ഈ തോൽവി കാരണമായിട്ടുണ്ട്.
കേരളത്തിൽ അവർ പ്രവർത്തിക്കണം. നല്ലൊരു മന്ത്രിയായിട്ടോ മുഖ്യമന്ത്രിയായിട്ടോ ഒരു ഭാവി വനിതാ മുഖ്യമന്ത്രിയായി മലയാളി മനസ്സിൽ സങ്കല്പിച്ച ഒരാളാണ് ഞാൻ. മുഖ്യമന്ത്രിയായി LDFിൽ സങ്കല്പിക്കുന്ന ഒരാൾ ഈ ടീച്ചറും UDFിലും മുരളീധരനുമാണ്. എൻ്റെ മനസ്സിലെ രണ്ട് യോഗ്യത ഈ രണ്ടു പേർക്കാണ്. കെ മുരളീധരനാണ്. ഇനി ഇതേപോലെ ഇപ്പോഴത്തെ സീനിയോറിറ്റി വെച്ച് ഈ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നുള്ള ഒരാളാണ്. അദ്ദേഹത്തെ വിട്ട് സച്ചിൻ ദേവിനെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മറ്റൊരു അജണ്ടയാണ്. കാരണം സച്ചിൻ ദേവിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്, കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, അദ്ദേഹം മന്ത്രിയായി കൺട്രോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആര്യാന്തർജനമാണ്. ആര്യാന്തർജനത്തിന്റെ പിന്നിലെ ഫോഴ്സ് എന്താണെന്നറിയാം, അവരെ രാഷ്ട്രീയം എന്താണെന്നറിയാം. അപ്പോൾ ഇത്തരത്തിൽ സംഗതികളെ അടിമുടി മാറ്റാനുള്ള ഒരു ശ്രമമാണ് സച്ചിൻ ദേവ് ആണെങ്കിൽ. അപ്പോൾ ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞ് ഇത്ര ആളുകളൊക്കെ കൊണ്ടുവരും. ഇവർക്കൊന്നുള്ള പക്വതയായിട്ടില്ല. അത് അടുത്തൊരു വലിയ പ്രശ്നമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ഈ രമ്യാഹരിദാസിന്റെ ചില പാട്ടുകളിട്ട് ദുഃഖഭാരം ചുമക്കുന്ന കഴുതയാണെന്നൊക്കെ ഉള്ളൊരു പാട്ടുണ്ടല്ലോ, ഇതൊക്കെ ഇട്ടിട്ട് അദ്ദേഹം ദുശഗുണമാണ് ഞാൻ ആ പാട്ടുമൊക്കെ ഇട്ട് ട്രോൾ ചെയ്യുകയാണ്. ഇതൊക്കെയാണോ ചെയ്യണ്ടേ? അപ്പോൾ ഇത്രയും വലിയ അഗാധം സംഭവിക്കുമ്പോൾ സ്വയം തിരുത്തൽ വരുത്തണം. ഇത്തരം SFIയുടെ നേതാക്കന്മാരും ഒക്കെ പുനഃപരിശോധിക്കണം. ഇതുപോലെ തന്നെ ഇവർ നാളെ നമ്മളെ ഭരിക്കേണ്ടവരാണ്. ആ അർത്ഥത്തിൽ എടുക്കാവുള്ളതല്ല, ലീഡേഴ്സാണ്. ആ അർത്ഥത്തിലെ വിമർശനങ്ങൾ എടുക്കാം. ഇവർ വിമർശനങ്ങളെയൊന്നും ഈ ഇടതുപക്ഷം വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ സ്വാഗതം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വിമർശനത്തെ അവർ അസഹിഷ്ണുതയോടെ തന്നെ നേരിടുകയുള്ളൂ. കമന്റുകൾ ശ്രദ്ധിച്ചാൽ മതി. ഏതായാലും ഈ ഘട്ടത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വളരെ വകതിരിവിൻ്റെ, പരിജ്ഞാനത്തിൻ്റെ, സൂക്ഷ്മാംശങ്ങളിൽ ചിന്തിക്കുന്ന ഇന്ത്യക്കാരൻ്റെ ബോധം, അതിൻ്റെ കൃത്യതയാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ജയം കൈവരിച്ച ബഹുമാനായ പ്രധാനമന്ത്രി മോഡിജി, മറുവശത്ത് ഒരു സുശക്തമായ പ്രതിപക്ഷം അതിനെ സൃഷ്ടിക്കാൻ പണിയെടുത്ത രാഹുൽ ഗാന്ധി, മറ്റ് മുൻനിര നേതാക്കന്മാർ, ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ, ഇവർക്കൊക്കെ പ്രാർത്ഥനാ നിർഭരമായ നമ്മുടെ പിന്തുണ. ഒപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ അടുത്ത 2.5 കൊല്ലങ്ങൾ വളരെ കൃത്യമായിട്ട് ഗൃഹപാഠം ചെയ്ത് അവർ തിരുത്താനും ജനകീയ അഭിലാഷങ്ങൾ അറിഞ്ഞവർക്ക് വേണ്ടി നിൽക്കാനും ഒക്കെയുള്ള പ്രാപ്തി അവർക്കുണ്ടാകട്ടെ. അവരെ നേരിലേക്ക് നടത്താൻ വേണ്ട ഊർജം നമ്മുടെ പ്രതിപക്ഷത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ തിരഞ്ഞെടുപ്പിൽ എൻ്റെ നിരീക്ഷണങ്ങളിൽ വന്ന ഒരേ ഒരു പാകപ്പിഴ തിരുത്തുന്നു. ശ്രീ സുരേഷ് ഗോപിയുടെ വിജയം, ആ വിജയം എൻ്റെ നിരീക്ഷണങ്ങൾക്കപ്പുറത്തായിരുന്നു. വിജയിച്ച അദ്ദേഹത്തെ വീണ്ടും അഭിനന്ദിക്കുന്നു. എന്നാലും എനിക്ക് ആ വിജയത്തിൽ സന്തോഷമില്ല. കാരണം ഇനി സുരേഷ് ഗോപി എന്നല്ല, ഈ രാജ്യത്ത് ഏറ്റവും ക്രൈസ്തവർക്കെല്ലാം ഗുണപരമായ ഒട്ടേറെ പ്രോജക്റ്റുകൾ BJP കൊണ്ടുവന്നാലും എനിക്ക് BJPയുടെ ഭരണത്തിലോ BJPയിലോ താല്പര്യമില്ല. ഇനി നമുക്കെല്ലാം BJP ഉദാരതയോടെ പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവസരം ഇവിടെ കൊണ്ടുവന്നാലും ഇതൊരു വർഗീയ പാർട്ടി എന്ന നിലയിൽ BJPക്കൊരു രാഷ്ട്രീയമുണ്ട്, അതിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല. അപ്പോൾ എക്കാലഘട്ടത്തിലും ശ്രീ സുരേഷ് ഗോപിയുടെ എന്നല്ല ഏത് സംഘപരിവാർ വിജയത്തിലും ഒരു താല്പര്യമില്ല. എങ്കിലും വിജയിച്ച ആളിന് നമ്മുടെ MP ആണ്, നമ്മുടെ ആദരണീയനായ MP എന്ന നിലയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ബഹുമാനത്തിനൊരു കുറവില്ല. എൻ്റെ അസഹിഷ്ണുതയല്ല, അതിലും അവിടെയും ശ്രീ മുരളിയോ അതല്ലെങ്കിൽ സുനിൽകുമാറോ ജയിക്കേണ്ടിയിരുന്നു. എൻ്റെ മനസ്സ് അവർക്കൊപ്പം തന്നെയാണ്. ഒപ്പം എൻ്റെ ഈ നിരീക്ഷണത്തെ കണ്ട് പിന്തുണച്ച എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്ദി. ഇത്രയേറെ ആളുകൾ ഈ ലൈവിലും വരുന്നു, ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്കും നന്ദി. അപ്പോൾ വരാനിരിക്കുന്ന ഇന്ത്യ ഒരു മതേതര ഇന്ത്യ ആകട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ, ജനാധിപത്യ ബോധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഭരണകൂടം ശക്തിപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ, ഭരണഘടന നിലനിർത്തുന്ന ഒരു രാഷ്ട്രം ലോകത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ മാന്യത ഉയർത്തിപ്പിടിക്കട്ടെ എന്ന പ്രതീക്ഷയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.